ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവഗാനം പാടിയതിൽ ആക്രമണം തുടർന്ന് ഹൈക്കോടതി. ജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നത് വിപ്ലവഗാനം കേൾക്കാനല്ലെന്നും ഉത്സവം കാണാനാണെന്നും കോടതി പറഞ്ഞു. ഉണ്ടാവുമല്ലോ, ഒരു പരിപാടി കാണാൻ വന്നിരിക്കുമ്പോൾ ഇന്നതൊക്കെ കേൾക്കണം എന്ന് ആസ്വാദകർക്ക് ആഗ്രഹം ഉണ്ടാവും. അതുപ്രകാരം അവരാവശ്യപ്പെട്ട പാട്ടുകളാണ് ഞാൻ അവിടെ പാടിയതിൽ മിക്കതും. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വല്ല നോക്കേണ്ട സബ്സ്ക്രൈബ് ബട്ടൺ എവിടെ നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലഗനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തൊരു ബെല്ലേക്കൺ ഉണ്ട്, അതിൽ പിടിച്ചൊന്ന് കിണിങ്ങണ അടിച്ചു വെക്കുക. നമ്മളിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പടപടെ എത്തും, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. ഈ വീഡിയോ കാണുന്നൊരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടുക, കുറഞ്ഞ പക്ഷം ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻറ്റ് ഇട്ടിട്ട് നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് നിങ്ങളുടെ ആ കമൻറ്റ് വളരെയധികം നമ്മളെ സഹായിക്കും സുഹൃത്തുക്കളെ. ഇനിയും ഞാൻ വലിച്ചു നീട്ടി കൂടുതൽ ലാഗടിപ്പിച്ച് കുളവാക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതായത് രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ആദ്യത്തെ വിഷയം നമുക്ക് വാർത്തയായിട്ട് തന്നെ കാണാം. അതായത് ഒരു അമ്പലത്തിൽ, അതായത് കൊല്ലം ജില്ലയിലുള്ളൊരു അമ്പലത്തിൽ ഒരു പരിപാടി വെച്ചു. അവരൊരു വലിയ മഹോത്സവം പോലത്തെ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു പരിപാടി വെച്ചു. പരിപാടിക്ക് ആൾക്കാരൊക്കെ കാണാൻ വന്നു. അപ്പോൾ അലോഷി എന്ന് പറയുന്നൊരു ഗായകൻ ഗാനം ആലപിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ആലപിച്ച ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇത് കടക്കിൽ വെച്ച് നടത്തിയ പരിപാടി കേട്ടോ. ഇത് കുറേ ദിവസം നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബ്രോഷർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് 2 മുതൽ 16 വരെ നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. അതായത് കടക്കൽക്കാരുടെ ഒരു വലിയ സംഭവമാണിത് കൊല്ലം ജില്ലയിലെ ഒന്നും മനസ്സിലാക്കുക. ഇനി അവിടെ നമ്മുടെ ഈ അലോഷി വന്നിട്ട് വിപ്ലവഗാനം പാടി. ഏതാ കമ്മ്യൂണിസ്റ്റ് വിപ്ലവഗാനം. ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാട്ടോ. അമ്പലത്തിലെ വിപ്ലവഗാനം. ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവഗാനം പാടിയതിൽ ആക്രമണം തുടർന്ന് ഹൈക്കോടതി. ജനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നത് വിപ്ലവഗാനം കേൾക്കാനല്ലെന്നും ഉത്സവം കാണാനാണെന്നും കോടതി പറഞ്ഞു. എന്നാൽ ആസ്വാദകരുടെ ആവശ്യപ്രകാരമാണ് വിപ്ലവഗാനം പാടിയത് എന്നാണ് ക്ഷേത്രോപദേശക സമിതിയുടെ വിശദീകരണം. ഇതൊന്നും ലാഘവത്തോടെ കാണാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കടക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വിപ്ലവഗാനത്തിൽ ഹൈക്കോടതി വിമർശനം തുടർന്നത്. ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ലെന്ന് പരിപാടിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വിപ്ലവഗാനം കേൾക്കാനല്ല ആളുകൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. സ്റ്റേജ് ലൈറ്റ് സംവിധാനങ്ങൾക്ക് എത്ര രൂപ ചിലവഴിച്ചുവെന്നും കോടതി ചോദിച്ചു. എന്നാൽ അതായത് പുള്ളിക്കാരൻ അവിടെ വന്നിരുന്നപ്പോഴത്തേനും പുള്ളിക്കാരൻ ഓൾറെഡി വിപ്ലവഗാനങ്ങളൊക്കെ പാടി നല്ല പേരെടുത്തിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പ്രോഗ്രാമിലും പങ്കെടുത്ത് വിപ്ലവഗാനങ്ങൾ കോരിത്തരിപ്പിക്കുന്ന രക്തങ്ങൾ ഞരമ്പുകളിൽ കുടുകൂട പറത്തുന്ന സാധനങ്ങളൊക്കെ പുള്ളിക്കാരൻ പാടിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഓരോ സാധനവും നമ്മൾ എവിടെ പാടണം എന്നുള്ളെങ്കിൽ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നൊരു സാധനമില്ലേ. അമ്പലത്തിൽ വരുന്നത് ഈ പറയുന്ന വിപ്ലവഗാനം ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാട്ടാണല്ലോ പാടിയത്. കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ വരും, BJP-ക്കാർ വരും. അപ്പോൾ ആ ബാക്കിയുള്ളവരെ ട്രിഗർ ചെയ്യുന്നൊരു സാധനമാണ് ചെയ്തത്. ഇത് മാത്രമല്ല, ഈ പാട്ടിട്ട സമയത്ത് ബാക്കി വലുതായിട്ട് DYFIയുടെ കൊടിയൊക്കെ പ്രദർശിപ്പിച്ച്. അതിലേക്കൊക്കെ നമുക്ക് വരാം കേട്ടോ, ബാക്കി കേൾക്കട്ടെ. ആസ്വാദകരുടെ ആവശ്യപ്രകാരമാണ് വിപ്ലവഗാനം പാടിയതെന്നാണ് ക്ഷേത്രോപദേശക സമിതി അറിയിച്ചത്. ഇങ്ങനെ ഗാനം ആലപിച്ചപ്പോൾ തന്നെ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. സ്പോൺസർഷിപ്പിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും സമിതി വിശദീകരിച്ചു. ആസ്വാദകർ അവിടെ ഇരുന്നൊരു ക്രിസ്തീയ പള്ളി പാടുന്ന പാട്ട് പാടണമെന്ന് പറഞ്ഞാൽ പാടാൻ സമ്മതിക്കുമോ? അല്ലെങ്കിൽ പോട്ടെ അമ്പലത്തിലെ ഇതിനകത്ത് വെച്ചിട്ട് ബാങ്ക് വിളിക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതേ ചെയ്യാൻ പാടുള്ളൂ. ഇനി സമിതി പറഞ്ഞത് ഇത് കോടതി ചോദിച്ചു ഇതിന് എത്ര രൂപ മൊത്തം നിങ്ങൾ ചിലവാക്കി തീർത്തുന്നു. കാരണം പാർട്ടി, അതായത് അമ്പലത്തിൻ്റെ ഇത് ആൾക്കാരുടെ നിന്ന് പിരിവൊക്കെ എടുത്തിട്ട് പരിപാടി ചെയ്തിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ സാമാനം സെറ്റ് ചെയ്തപ്പോഴത്തേനും കോടതി ചോദ്യം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് സ്പോൺസർഷിപ്പാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ നോട്ടീസ് ബ്രോഷർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ രാത്രി 6:30 മുതൽ 10/3/2025 തിങ്കളാഴ്ച രാത്രി 6:30 മുതൽ അലോഷി പാടുന്നു. വ്യാപാരി വ്യവസായ സമിതി ആൽത്തറമൂട് യൂണിറ്റ്, വ്യാപാരി വ്യവസായ സമിതി മടത്തറ യൂണിറ്റ്, വ്യാപാരി വ്യവസായ സമിതി കടക്കൽ ഏരിയ കമ്മിറ്റി എന്നിവരുടെ വഴിപാടാണ് അലോഷിയുടെ വിപ്ലവഗാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വീണ്ടും ബാക്കി വാർത്ത കേൾക്കാം. സ്പോൺസർഷിപ്പ് അംഗീകരിക്കാനാവില്ലെന്നും പിരിച്ച പണം മുഴുവൻ ക്ഷേത്രത്തിന്റെ അക്കൗണ്ടിൽ എത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഉത്സവങ്ങളോ ചടങ്ങുകളോ ഘോഷയാത്രയോ മറ്റും രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ഉപയോഗിക്കരുത്. വ്യവസ്ഥകൾ ലംഘിച്ചാൽ 5 വർഷം വരെ തടവും പിഴയും ശിക്ഷയുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വിഷയത്തിൽ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് എന്നതിനെ കുറിച്ച് കടക്കൽ SHO വിശദീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും അതും ഇതൊന്നും ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. നമ്മളൊരു പ്രമുഖ പാർട്ടി വർക്ക് ചെയ്യുന്നത് തന്നെ ഇത് പേര് പറഞ്ഞിട്ടാണ്. ഇനിപ്പോട്ടെ, ഏതായാലും ഇത് കേസൊക്കെ വന്നിട്ട് കുറേ നാളായിട്ടും കടക്കലിലെ SHO ഇതിനെതിരെ കേസിട്ടില്ല. അങ്ങനെ SHOയ്ക്ക് പ്രഷർ കൂടി SHO ഒരു കേസ് അങ്ങോട്ടിട്ട് SHO 6 പേര് കേസിട്ട്, പാടിയ പുള്ളിക്കാരൻ്റെ പേര് കേസിട്ട്.
നമ്മളെ പാട്ട് പാടാൻ നിർദ്ദേശിച്ച കമ്മിറ്റിക്കാരനെയൊക്കെ പിന്നത്തെ പ്രതി ചേർത്തെന്ന് എനിക്കറിയില്ല. പക്ഷെ പാടിയ ആൾ ഒന്നാം പ്രതിയായിട്ട് സംഭവം ഇതിട്ടു. അപ്പോൾ ഈ വിഷയത്തിൽ കൊണ്ട് പരാതി കൊടുത്ത ഒരാളുണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ആൾ. അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. മാനേജർ അഥവാ ഇതിനെ മാനേജ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഇതിനകത്ത് കുറ്റക്കാരെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്ര ഉപദേശക സമിതി, ഈ പരിപാടികൾ നടത്തിയ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റും അംഗങ്ങളും അതോടൊപ്പം തന്നെ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും സബ് ഗ്രൂപ്പ് ഓഫീസറിനെയുമായിരുന്നു ആദ്യം ഒന്നാം പ്രതിയാക്കേണ്ടത്. ക്ഷേത്ര ഭാരവാഹികൾ CPM-കാരായതിന്റെ ആനുകൂല്യമാണ് ലഭിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അലോഷിയെ മാത്രം കേസെടുത്താൽ പോരല്ലോ. അലോഷിയും ക്ഷേത്രോപതി അവരെ കൊണ്ടുവന്ന് അവിടെ ആ പരിപാടി നടത്തി സ്റ്റേജിൽ പരിപാടി നടക്കുമ്പോൾ സ്റ്റേജില് ബിഗ് സ്ക്രീനിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം അതെന്നെ തോന്നിയ ദിവസമല്ലേ കാണിച്ചത്. നമ്മളൊരു പാർട്ടിക്കും എതിരല്ല, പാർട്ടിയുടെ കാര്യം കാണിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ അത് കാണിക്കേണ്ടത് കാണിക്കേണ്ടത്. ഒരു അമ്പലത്തിലൊരു പരിപാടി നടത്താൻ വന്നിട്ട്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട്, അമ്പലത്തിലല്ലോ കേട്ടോ, ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പരിപാടി അവതരിപ്പിക്കാൻ വന്നിട്ട് അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ വെച്ചിട്ട് DYFI എന്നൊക്കെ വലിയ കാര്യത്തിൽ എഴുതിയിട്ടിട്ട് അത് ചെയ്യുന്ന തെറ്റാണ്. കാരണം ആ പ്രോഗ്രാം കാണാൻ വരുന്നത്, ആ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു പാർട്ടിയെ പൊക്കി പറയുക അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ആശയം ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങളൊരു പാർട്ടി പരിപാടി വെച്ചിട്ട് അതിലത് ചെയ്താൽ, ഇത് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റിനെ മാത്രമല്ല ഒറ്റ പറയുന്നത് കേട്ടോ, ഇപ്പോൾ കോൺഗ്രസ്സുകാരായാലും BJP-ക്കാരായാലും അതാത് സ്ഥലങ്ങളിൽ വേണം അതാത് സാധനങ്ങൾ പ്രദർശിപ്പിക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും അവിടെ കണ്ടു നിൽക്കുന്ന, അതായത് ഇപ്പോൾ LDF-ൽ വിശ്വസിക്കുന്ന ഒരു 90% ആളുകളുണ്ടെന്ന് വെക്കുക. പക്ഷേ ബാക്കി 10% ആളുകൾക്ക് ഇത് അരോചകമായി ഫീൽ ചെയ്യും. അതേസമയം നിങ്ങളുടെ പാർട്ടിയുടെ ഒരു പരിപാടി വെച്ചിട്ട് നിങ്ങളങ്ങ് ഇട്ടോ, ഈ പാട്ടോ എന്താണെന്ന് വെച്ച് കിട്ടുമോ, ആർക്കും ഒരു പ്രശ്നമില്ല, ആരും ചോദ്യം ചെയ്യാനും വരില്ല കേട്ടോ. ബാക്കി പറ. DYFI ചെങ്കൊടി എന്ത് അധപ്പതിക്കാണ് കേരളത്തിലെ CPM? ഏത് ലെവലിലേക്ക് പോവാൻ? കേസിനെ നിയമപരമായി നേരിടുമെന്ന് ഗായകൻ അലോഷി കേസിനെ നേരിടുമെന്ന് പറയുന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ പുള്ളി പാടിയ സമയത്ത് ബാക്കിൽ ഈ സാധനങ്ങളൊക്കെ വരണമെങ്കിൽ ഇവർ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനൊരു മൂവ് ഉണ്ടാവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇനി നമുക്ക് ഈ വിഷയത്തിനെക്കുറിച്ച് നമ്മുടെ ഈ അലോഷി പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ഉണ്ടാവുമല്ലോ, ഒരു പരിപാടി കാണാൻ വന്നിരിക്കുമ്പോൾ ഇന്നതൊക്കെ കേൾക്കണം എന്ന് ആസ്വാദകർക്ക് ആഗ്രഹം ഉണ്ടാവാം. അതുപ്രകാരം അവരാവശ്യപ്പെട്ട പാട്ടുകളാണ് ഞാൻ അവിടെ പാടിയതിൽ മിക്കതും. അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു, അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. അതായത് ഒരു അമ്പലത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഉത്സവത്തിൽ, അല്ലെ അത് കാണാനായിട്ട് നിരവധി ആളുകൾ, നിരവധി മതത്തിലുള്ളവർ, നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിശ്വസിക്കുന്നവർ വന്നിരിക്കുമ്പോഴത്തേനും നമ്മൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാത്രം പൊക്കി പറഞ്ഞുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു ആശയം നമ്മളിലേക്ക് ഇറക്കുന്ന തരത്തിലുള്ള പാട്ട് പാടി കഴിഞ്ഞാൽ അത് അമ്പലത്തിൽ നടക്കുന്ന പരിപാടി, അത് നമ്മളങ്ങനെ കാണാൻ പാടില്ല. അമ്പലത്തിൽ നടക്കുന്നത് അങ്ങനെ കാണത്തില്ല സുഹൃത്തെ, നിങ്ങളത് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് ആ പാർട്ടിയോട് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളതിനെ കീർത്തിപ്പെടുത്തി, കീർത്തിപ്പെടുത്തി പാടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്, ഇതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ ബാക്കിയുള്ളവരുടെ വികാരങ്ങളോട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതേ സമയം നിങ്ങളിപ്പോൾ അവിടെ നിന്നിരുന്ന് പാടുന്നു, മറ്റ് ഇപ്പോൾ ഇതിന് അനുയോജ്യമല്ലാത്ത, അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും പാട്ട് പറഞ്ഞാൽ നിങ്ങൾ പാടുമോ? ഈ കടയ്ക്കൽ ഉത്സവം ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. വിനീത് ശ്രീനിവാസനൊക്കെ വന്നു ഭയങ്കര ഇവിടെ സംഭവമായിരുന്നു. അത് ചിലർക്കൊരു പ്രശ്നം തോന്നി എന്നുള്ളത് ഒഴിച്ച് അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ തോന്നുന്നില്ല. എനിക്ക് പുള്ളിക്ക് അത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. ഇനി നമുക്ക് പുള്ളി പാടിയ പാട്ട് ഏതാണെന്ന് കേട്ടോ കേട്ടോ. പാട്ട് മൊത്തം ഞാൻ കാണിക്കത്തില്ല, കോപ്പിറൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഇല്ലായിരിക്കും കേട്ടോ. നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. പുഷ്പനയറിയാമോ ഞങ്ങളുടെ പുഷ്പനയറിയാമോ, സഖാവിനയറിയാമോ, വരണഗാഥയറിയാമോ. പുഷ്പനയറിയാമോ ഞങ്ങളുടെ പുഷ്പനയറിയാമോ, സഖാവിനയറിയാമോ, വരണഗാഥയറിയാമോ. നന്നായിട്ട് പാടുന്നുണ്ടല്ലേ, പാട്ടൊക്കെ നല്ലതാണ്, നല്ല മൂർച്ചയുള്ള വരികളാണ് അതിനകത്ത് പാടുന്നത്, നല്ലതാണ്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്ത വേദി തെറ്റിപ്പോയെന്ന് തോന്നി. ഇപ്പോൾ ആൾക്കാർ ആവശ്യപ്പെട്ടെങ്കിൽ പോലും അത് പാടാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ആ വേദിയിൽ വെച്ചിട്ട്. ഇനി നമ്മുടെ കൊല്ലം ജില്ലയിൽ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല. ഓളം 2025 എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പരിപാടി നടന്നായിരുന്നു, അത് ഭയങ്കര പോപ്പുലർ ചെയ്ത പോലെ. അവിടെ ഇതുപോലെ പ്രോഗ്രാം നടത്തിയിട്ട് DJ സന എന്ന് പറയുന്നൊരു ചേച്ചിയുടെ മ്യാസ്മരി ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, കാണിച്ചു തരാം, കണ്ടു. ഇത് കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ. അമ്പലത്തിൽ നടത്താൻ പറ്റിയ പരിപാടിയില്ലേ,
എന്നോടാരും പറഞ്ഞില്ല ഈ അമ്പലത്തിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടപ്പെടുന്നത്. പക്ഷേ അമ്പലമല്ലല്ലോ, വീണ്ടും അമ്പലത്തിനോടനുബന്ധിച്ച് നടത്തുന്ന ഇങ്ങനത്തെ DJ പാർട്ടി ഉണ്ടെന്ന് എന്നോടാരും പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയേനെ, ഞാൻ അറിഞ്ഞില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അതായത് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, ഇപ്പോൾ ഈ പോരുവഴിയിൽ ഈ അമ്പലം എന്ന് പറയുന്നത് ഭയങ്കര പോപ്പുലറായിട്ടൊരു അമ്പലമാണ്. വളരെയധികം ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു അമ്പലത്തിലൊക്കെയാണ് ഈ പരിപാടി നടത്തുന്നത്. DJ നടത്തുന്ന ഒരു തെറ്റേയില്ല, DJ പാർട്ടി നമുക്ക് നടത്താം. പക്ഷേ ഒരു അമ്പലത്തിനോടനുബന്ധിച്ചൊരു പ്രോഗ്രാം നടത്തുമ്പോഴത്തേനും ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നറിയില്ല. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്മോക്ക് വരുന്ന തോക്കെടുത്ത് ഇങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു, കൊള്ളാം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ മൊത്തം ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ഇത് രണ്ട് തരത്തിൽ ചിന്തിക്കാം കേട്ടോ. ഒന്നാമത്തെ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വേദികളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്, അതിന് നമ്മൾ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തണമെന്ന് നമുക്ക് വാദിക്കാം. അതേപോലെ തന്നെ മറ്റൊരു വശത്ത് നമുക്ക് വേറെ തരത്തിൽ വാദിക്കാം. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്കുള്ളതാണ്. നമുക്ക് എവിടെയും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് രേഖപ്പെടുത്താം എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. ഇതിനെ തെറ്റായിട്ട് കാണുന്നവരുണ്ട്, ശരിയായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ഗണത്തിൽ പെടുന്നു എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അഭിപ്രായം പ്രകാരം ഇതൊന്നും നടത്തുന്നത് തെറ്റല്ല കേട്ടോ. വിപ്ലവഗാനം പാടുന്നത് തെറ്റല്ല, DJ നടത്തുന്നത് തെറ്റല്ല, കുറച്ച് ഹോട്ടായിട്ടൊക്കെ തെറ്റൊന്നുമല്ല. പക്ഷേ അതിന് ആ വേദികളിൽ വേണം അത് നടത്താനെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരു വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് ഗാനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ നടത്താം, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പരിപാടി നടത്തുമ്പോൾ ഈ വിപ്ലവഗാനമൊക്കെ വരാം, കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പക്ഷേ ഈ വള്ളികളെല്ലാം കൊല്ലത്തിൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.